എനിക്ക് മറുപടി കൊടുക്കാനുള്ളത് അമ്മയോടല്ല, അച്ഛനോടാണ്. എൻ്റെ ഒപ്പം കഴിഞ്ഞിട്ടുള്ള ഏതൊരു പെണ്ണിനെക്കുറിച്ച് അമ്മ ചോദിച്ചാലും ഞാൻ അമ്മയുടെ പക്ഷം തന്നെ ചേരുമായിരുന്നു. പക്ഷേ ശക്തിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അച്ഛനൊപ്പം മാത്രമേ അമ്മ കിടന്നിട്ടുള്ളൂ എന്ന ഉറപ്പ് അച്ഛനുള്ളതുപോലെ ഇവളുടെ കാര്യത്തിൽ എനിക്കുമുണ്ട്. ഇനിയും അമ്മയ്ക്കെന്നെ ചോദ്യം ചെയ്യണമെന്നാണെങ്കിൽ അമ്മ സ്വയം അമ്മയെ ചോദ്യം ചെയ്യുന്നത് പോലെയായിരിക്കും. മുഖത്തടിയേറ്റതുപോലെ ഭദ്ര ചുവന്നുപോയി. ഡാ! ഭദ്ര ദേഷ്യത്തിൽ അവന് നേരെ തിരിഞ്ഞെങ്കിലും പ്രസേനൻ കൈ ഉയർത്തി തടഞ്ഞു. മതി, നീ ചോദിച്ചു വാങ്ങിയതാണ്. അപമാനം കൊടുക്കാൻ മാത്രമല്ല, തിരികെ കിട്ടുമ്പോൾ വാങ്ങാനും കഴിയണം. വീര, സംസാരിക്കുന്നത് ആരോടാണെന്ന് ബോധം വേണം. കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കാം. വീരന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അവന്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈ ബലമായി തന്നെ അടർത്തി മാറ്റി. ഭദ്രയുടെ സംശയങ്ങൾ തീർന്നോ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ജാനകിയമ്മ ചോദിക്കുമ്പോൾ ഭദ്ര തിരിഞ്ഞ് സഹോദരനെ നോക്കി. ഇവനെ ഒരു വിവാഹത്തിന് വേണ്ടി ഞാൻ സമ്മതിപ്പിച്ചെടുത്തത് എൻ്റെ ഏട്ടൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളെല്ലാം കൂടി ലക്ഷ്മിയെ ഇവൻ്റെ പെണ്ണാക്കി. ഇപ്പോൾ ലക്ഷ്മി തന്നെ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഭാവിയെ തന്നെ ആലോചിക്കുന്നതല്ലേ നല്ലത്? അതാകുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ളൊരു ബന്ധമാകും. അപ്പോൾ ഈ കുട്ടിയോ? ഇതിനോട് നിനക്കെന്ത് സമാധാനമാണ് പറയാനുള്ളത്? പ്രസേനൻ ദേഷ്യം അടക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് സമാധാനം പറയാൻ? ഇവനൊപ്പം ഒരു ഫ്ലാറ്റിലുണ്ടായപ്പോൾ ഉള്ളതുപോലെയല്ലേ ഇവിടെ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഇവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയാൽ മതിയായിരുന്നു. ഇതിപ്പോ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കോണകമാക്കിയ പോലെയുണ്ട്. എന്താ വീര നിന്റെ അഭിപ്രായം? നിന്റെ അമ്മ പറയുന്നത് പോലെ നിനക്കും ഭവികയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ? ജാനകിയമ്മ ചോദിക്കുമ്പോൾ വീരൻ ശക്തിയെ നോക്കി. അവൾ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്നതുപോലെ നിൽക്കുന്നത് കണ്ടിട്ട് ഒരു ചവിട്ട് കൊടുക്കാൻ തോന്നിയവന്. തന്നെ ഇത്രയും വലിയൊരു പരിതസ്ഥിതിയിൽ എത്തിച്ചിട്ട് കൂസലുണ്ടോന്ന് നോക്ക്, അവൻ മുറുമുറുത്തു. വീര, ജാനകിയമ്മ വീണ്ടും വിളിച്ചു. ആ പറയാം. ഒരു വിവാഹം എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ വാശിയും നിർബന്ധവും കൊണ്ട് പാതി സമ്മതം മൂളിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ലക്ഷ്മിയോട് സംസാരിച്ചപ്പോൾ അത് പൂർണ്ണ സമ്മതത്തിലേക്ക് മാറിയിരുന്നു. വിവാഹം മുടങ്ങിയെന്നതുകൊണ്ട് എനിക്ക് യാതൊന്നും സംഭവിക്കില്ല. പക്ഷേ ഇവിടെ ചിലർക്കത് ഉൾക്കൊള്ളാൻ വയ്യല്ലോ. വീരൻ പ്രസേനനെ കൂർപ്പിച്ചു നോക്കി. ഹാ, നീ കാര്യം പറയടാ. ആരെയാ നിനക്ക് ഭാര്യയായി വേണ്ടത്? ഇന്നെന്തായാലും നിന്റെ വിവാഹം നടക്കണം. നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന 2 പെൺകുട്ടികൾ മുന്നിലുണ്ട്. ഒരാൾ നിനക്കൊപ്പം മുമ്പേ ജീവിച്ചു തുടങ്ങിയ വ്യക്തി കൂടിയല്ലേ? അല്പം കളിയാക്കലോടെ അയാൾ ചോദിച്ചു. വീരൻ കൈയെത്തിച്ച് ശക്തിയുടെ കഴുത്തിലൂടെ ഇട്ട് അവളെ ചേർത്ത് പിടിച്ചു. തൽക്കാലം ഇവള് മതി. പോരെന്ന് തോന്നിയാൽ ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. എനിക്ക് സമ്മതമല്ലെങ്കിലോ? ശക്തി പതിയെ ചോദിച്ചു. പിന്നെന്തിനാടി? എൻ്റെ കൂടെ കിടക്കാൻ മാത്രമേ നിനക്ക് സമ്മതമുള്ളോ? ഇവിടെ വരെ എന്നെ എത്തിച്ചത് നീയല്ലേ? മിണ്ടാതെ നിന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ കവളിലടുത്ത പാട് പതിയും. ഞാൻ തിരിച്ചടിക്കില്ലെന്ന ധൈര്യമല്ലേ? അതേലോ. വീരഭദ്രന് ശക്തിയുടെ കാര്യത്തിൽ മാത്രം ചില ധൈര്യങ്ങളുണ്ട്. അവൻ്റെ കണ്ണുകളിലെ ഭാവവും അതിലെ മൃദുലതയും അവളിൽ സംശയം തീർത്തു. ഇതെല്ലാം അവൻ്റെ നാടകമാണോ എന്നവൾ ചിന്തിച്ചു പോയെങ്കിലും വിശ്വസിക്കാൻ ഒരുക്കമായിരുന്നില്ല. അവർ തമ്മിൽ സംസാരിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. ലു, രണ്ടും അടയും ചക്കരയും പോലെ ഒട്ടുന്നുണ്ട്. നീ വിഷമിക്കാതെ ജിനു, ഞാനില്ലേ ഇവിടെ. അവൻ കൂളായി പറഞ്ഞപ്പോൾ ജിനുവിന് ആശ്വാസം തോന്നി. കാരണം അല്ലു വെറും വാക്ക് പറയില്ല. എനിക്കും ഇവൾക്കും സമ്മതം. വീരൻ അവളുടെ കഴുത്തിലൂടെ ഇട്ട കയ്യിൽ ബലം കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഉറപ്പുള്ള കാര്യമായതിനാൽ ഈ വിവാഹം തന്നെ നടക്കട്ടെ അല്ലേ? അവൻ്റെ സ്വരത്തിൽ തന്നോടുള്ള പരിഹാസം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രസേനൻ അവനെ കടുപ്പിച്ചു നോക്കി ചോദിച്ചു. എൻ്റെ കല്യാണം നടക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാവട്ടെ, നിന്ന് തരുന്നുണ്ട് ഞാൻ. പാലാഴിയിൽ പ്രസേനൻ ഒന്നും കാണാതെ പറയുകയും പ്രവർത്തിക്കുകയും ഇല്ലെന്ന് ഉറപ്പിക്കുന്നത് പോലെ അവനെ നോക്കുമ്പോൾ വീരൻ ദേഷ്യത്തിൽ തിരികെ നടന്നിരുന്നു. അപ്പോൾ അവൻ ഓർമ്മ വന്നത് തന്നോട് സംസാരിക്കാൻ അയാൾ മുറിയിലേക്ക് വന്ന നിമിഷമാണ്. അഖിലേ, ശക്തിയെ കൂട്ടിക്കൊണ്ടുപോയി വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. വേണ്ടതൊക്കെ കുറച്ചു സമയത്തിനുള്ളിൽ മുറിയിലെത്തും. അവർ പോയ ശേഷം ജാനകിയമ്മ ശക്തിയുടെ വീട്ടുകാരെ നോക്കി. നിങ്ങൾക്ക് ശക്തിയോട് യാതൊരു താല്പര്യവുമില്ലെന്നറിയാം. അതുകൊണ്ട് ഈ വിവാഹത്തിൽ സംബന്ധിക്കാൻ താല്പര്യമുണ്ടെങ്കിലാവാം. 11:55 മുഹൂർത്തം. അമ്മേ, നമ്മുടെ കുട്ടിയല്ലേ, സമയവുമുണ്ടല്ലോ. ചടങ്ങ് പോലെ തന്നെ ഒരുക്കിവിടാം. വിനയൻ മണിയാലത്തമ്മയോട് പറയുമ്പോൾ അവരുടെ മുഖവും സമ്മതഭാവത്തിൽ തന്നെയായിരുന്നു. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരുക്കിയെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല വിനയ. ഇവിടെ നടന്ന സംസാരങ്ങളൊക്കെ കണ്ടും കേട്ടും എനിക്ക് കാര്യങ്ങൾ വ്യക്തമായതാണ്. നിങ്ങൾക്കാരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ.
100 പേർക്കുള്ള ഭക്ഷണം കൂടുതലുണ്ടാകും. അത്രയുമൊന്നും ആളുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ലല്ലോ, അല്ലേ? വിനയൻ ഇല്ലെന്നതുപോലെ തലയാട്ടി. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ശേഷം വിളിക്കൂ. പ്രസേന, ലക്ഷ്മിക്കെടുത്ത അതേ മന്ത്രകോടിയുടെ നിറത്തിലും ഡിസൈനിലും ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എത്തിയാലുടനെ പൂജാമുറിയിൽ വെച്ച് പുടവ കുട്ടിക്ക് കൊടുക്കണം. വീട്ടിൽ നിന്ന് തന്നെ ഉടുത്തിറങ്ങിക്കോട്ടെ. പല വസ്ത്രം മാറാൻ ലച്ചുവിന് താല്പര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് സാരി മാറൽ ചടങ്ങുകളൊന്നുമില്ലല്ലോ. ലച്ചുവും ജിനുവിന്റെ കയ്യിൽ നിന്ന് മന്ത്രകോടി വാങ്ങട്ടെ. അവർ മകനെ പറഞ്ഞ് ഏൽപ്പിച്ച ശേഷം അകത്തേക്ക് പോയി. ഭദ്രേ. എന്താ ഏട്ടാ? അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. നീ കരയുവാണോ? അല്ലാതെ ഇപ്പോഴെന്താ ചെയ്യുക? അവൻ ചോദിച്ച ചോദ്യം കേട്ടില്ലേ? മക്കളോട് നമ്മൾ എന്ത് പറഞ്ഞാലും മക്കൾ തിരികെ അതിനേക്കാൾ മൂർച്ചയേറിയ രീതിയിൽ പറയുമ്പോൾ തളർന്നു പോകില്ലേ ഏട്ടാ? വീരന്റെ സ്വഭാവം നിനക്കറിയില്ലേ? അവനെ പിണക്കുന്നത് നല്ലതല്ല. അതുപോട്ടെ, പ്രമീളയുടെ ഭർത്താവും വീട്ടുകാരും പങ്കെടുക്കില്ലേ? അറിയില്ല, അവർ പിരിഞ്ഞല്ലേ കഴിയുന്നത്. ഇവർക്ക് ചെലവിനുള്ളത് ഇട്ടുകൊടുക്കുന്നുവെന്ന് പറയുന്നത് കേൾക്കാം. ആർക്കറിയാം, അവിടെയും കാശിന് കുറവൊന്നുമില്ലല്ലോ. അപ്പോൾ പെണ്ണ് കനത്തിലാണ് വന്ന് കയറുന്നത് അല്ലേ? അതൊന്നും എനിക്കറിയില്ല ഏട്ടാ. സേനേട്ടൻ പറഞ്ഞിരുന്നു ഒരുപാട് പണം മുടക്കി ആഭരണങ്ങളൊന്നും വാങ്ങേണ്ടെന്ന്. പിന്നെ 10-30 പവന്റെ കാശ് സേനേട്ടൻ തന്നെയാണ് കൊടുത്തത്. അതെന്താ, അവളുടെ അപ്പനും വീട്ടുകാരും ഒന്നും കൊടുക്കില്ലേ? എനിക്കറിയില്ല ഏട്ടാ. ഇവിടെ എല്ലാവർക്കും രഹസ്യങ്ങളല്ലേ. ഒന്നും അറിയാത്ത പൊട്ടി ഞാനും. നിനക്ക് അളിയൻ ദേവകിയെ നിർത്തിയതിൽ പരാതി ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ? നാട് മുഴുവൻ വ്യഭിചരിച്ച് നടന്നവളെ ഇവിടെ കുടിയിരുത്തിയതിൽ പിന്നെ പുറത്തോട്ടിറങ്ങുമ്പോൾ മനുഷ്യനെ തൊലി ഉരുകുവല്ലേ? ഭദ്ര പൊട്ടും പൊടിയും തട്ടിവിട്ടു. ഈ സമയം വീരൻ അവന്റെ മുറിയിലെ ബാൽക്കണിയുടെ റൈലിങ്ങിൽ കൈകൾ ഊന്നി പുറത്തേക്ക് നോക്കി നിന്നു. നിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണോ വീര ശക്തിക്ക് വേണ്ടി അത്രയൊക്കെ സംസാരിച്ചത്? ചന്ദ്രുവിന്റെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചു. നിനക്കങ്ങനെ തോന്നിയോ? അത്രയും നേരം അവളെ കൊല്ലാനുള്ള ദേഷ്യമായിരുന്നല്ലോ. പിന്നെ അഷ്ടലക്ഷ്മിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ശക്തിയൊന്നുമല്ലല്ലോ. ലക്ഷ്മി സുന്ദരിയാണെന്ന് വെറുതെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിസുന്ദരി തന്നെയാണ്. അവളുടെ ഭംഗിയാണ് എന്നിൽ ആകർഷണത്വം ഉണ്ടാക്കിയത്. എങ്കിലും അവളെ വിവാഹം കഴിക്കണമെന്ന തീരുമാനത്തിലെത്തിയത് അവൾ പറഞ്ഞൊരു വാക്കാണ്. ഇന്നലെ വരെ എങ്ങനെയാണെന്ന് എനിക്കറിയേണ്ട, ഈ നിമിഷം മുതൽ മാറിയാൽ മതിയെന്ന്. അപ്പച്ചി പണ്ട് ചെയ്ത പ്രവൃത്തിയുടെ പ്രതികാരം പോലെ ഒരുത്തി എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞതല്ലേ. ആ കുറവ് അപ്പച്ചിയുടെ മോളിലൂടെ തന്നെ പരിഹരിക്കാമെന്ന് ഞാനും കരുതി. ഒന്നും കാണാതെ വിവാഹത്തിന് സമ്മതിച്ചതല്ല ഞാൻ. ലക്ഷ്മിയുടെ സ്ഥാനത്ത് ഭവികയെ നിർത്തിയാണ് വിവാഹ ചർച്ച നടന്നതെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് പോലും ഞാൻ എത്തില്ലായിരുന്നു. വീരഭദ്രസേനൻ വിവാഹത്തിന് സമ്മതിച്ചതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ലക്ഷ്മി ഇപ്പോൾ ശക്തിയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നതിൻ്റെ കാരണം പാലാഴിയിൽ പ്രസേനൻ മാത്രമാണ്, അല്ലാതെ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല. അവൻ കുറച്ചു മുമ്പ് അച്ഛൻ തന്നെ കാണാൻ വന്നതോർത്തു. പ്രസേനൻ മുറിയിലേക്ക് കയറിയപ്പോൾ വീരന്റെ സുഹൃത്തുക്കൾ മുറിയൊഴിഞ്ഞു. അയാൾ വാതിലടച്ച് കുറ്റിയിട്ടു. വീര, നീ സമ്മതിച്ചാലും എതിർത്താലും ശക്തിയും നീയും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം. അവളെ ഞാൻ കല്യാണം കഴിക്കാനോ? ഇംപോസിബിൾ. തീരുമാനം കേട്ട നിമിഷം വീരൻ അലറി. അടുത്ത നിമിഷം പ്രസേനന്റെ കൈ അവന്റെ കവളിൽ പതിഞ്ഞു. പാലാഴിയിൽ പ്രസേനൻ കഴിഞ്ഞിട്ട് നീ വരൂ വീര. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം നിനക്കിവിടെ കഴിയാം. നീ ഇവിടെ നിന്നാലും ഇല്ലെങ്കിലും നിന്റെ ഭാര്യയുടെ സ്ഥാനം എന്നും അവൾക്കുണ്ടാകും. കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നീ വിവാഹത്തിന് സമ്മതിച്ചതല്ലേ? അതും നിന്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയതാണ്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അത് നടന്നിരിക്കണം. നീ മൂലം പലവട്ടം കുനിഞ്ഞുപോയ ശിരസാണ് എൻ്റേത്. ഇന്ന് വീണ്ടും അതിനിട വന്നാൽ എന്നെ പട്ടടയിലിരിക്കാനും നീ തന്നെ മുന്നിൽ നിൽക്കേണ്ടി വരും. നടുക്കത്തോടെ ആ വാക്കുകൾ വീണ്ടും ഓർക്കുമ്പോൾ അവൻ്റെ കൈകൾ റൈലിങ്ങിൽ മുറുകിയിരുന്നു. വീര, ശക്തി നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവളാണ്. ചന്ദ്രു അവളെക്കുറിച്ചൊന്ന് പറയാൻ ശ്രമിച്ചു. മതി ചന്ദ്രു, എനിക്കൊന്നും കേൾക്കേണ്ട. അവൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്കുറപ്പിച്ച് പറയാൻ കഴിയുമോ? ശക്തി അവൾ അങ്ങനെ ഒരാളാണോ? എന്താ ചന്ദ്രുവേട്ടൻ്റെ സംശയം? ഏട്ടനെ എളുപ്പത്തിൽ സ്വന്തമാക്കാൻ അവർ ചെയ്ത ചീപ്പ് കളിയല്ലെന്ന് പറയാൻ തെളിവ് വല്ലതുമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഔട്ട് ഹൗസിൽ കഴിയേണ്ടവർ എങ്ങനെ ഈ വീടിനുള്ളിലെത്തി? അവിടേക്ക് വന്ന ജിനു വീരന്റെ ഉള്ളിൽ വീണ്ടും കനലുകൾ കോരിയിട്ടു.